കേരളത്തിലെ കരാട്ടെ രംഗത്ത് നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്ത ആറ്റിങ്ങൽ കരാട്ടെ ടീമിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക ബ്ലാക്ക് ബെൽറ്റ് ക്യാമ്പും ഗ്രേഡിംഗും സംഘടിപ്പിച്ചു. ഏപ്രിൽ 2 മുതൽ ആലങ്കോട് പെരുങ്കുളം സ്പോർട്ടിംഗ് സിറ്റി ഇൻഡോർ ടർഫിൽ 170ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് 13ാമത് വാർഷിക ബ്ലാക്ക് ബെൽറ്റ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആറ്റിങ്ങൽ കരാട്ടെ ടീമിന്റെ വാർഷിക ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് പ്രോഗ്രാമാണ് ഇന്ന് നടക്കുന്നത്. ആറ്റിങ്ങൽ കരാട്ടെ ടീം എന്നത് ഇന്ത്യയിലെ തന്നെ പ്രമുഖ കരാട്ടെ സ്കൂളായ അലൻ തിലക് കരാട്ടെ സ്കൂളിൻ്റെ ആറ്റിങ്ങൽ കേന്ദ്രമാക്കിയുള്ള പരിശീലന സംഘത്തെയാണ് നമ്മൾ ആറ്റിങ്ങൽ കരാട്ടെ ടീം എന്ന് പറയുന്നത്. ഞങ്ങളുടെ 13ാമത് ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിങ് 2011 മുതൽ എല്ലാ വർഷവും ഇതുപോലെ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് നടക്കാറുണ്ട്. അതിൽ കോവിഡ് സമയത്ത് ഒരു വർഷം മാത്രമാണ് അത് മുടങ്ങിപ്പോയത്. കഴിഞ്ഞ 10 ദിവസമായിട്ട് നമ്മളിവിടെ ക്യാമ്പ് സംഘടിപ്പിച്ചു വരികയായിരുന്നു. ഈ ഒരു വാർഷിക ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിങ്ങിന് മുന്നോടിയായിട്ടുള്ള കുട്ടികളെ അതിനുവേണ്ടി തയ്യാറെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പ്. 170ഓളം പേരാണ് ഇത്തവണ ഈ ആറ്റിങ്ങൽ കരാട്ടെ ടീമിൻ്റെ ബ്ലാക്ക് ബെൽറ്റ് പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തത്. അടുത്ത ലെവലിലേക്കുള്ള ടെസ്റ്റിന് ഇറങ്ങുന്ന കുട്ടികളുടെ ഗ്രേഡിംഗ് പ്രോഗ്രാമാണിന്ന്. അതിൻ്റെ ഗ്രേഡിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ അലൻ തിലക് കരാട്ടെ സ്കൂളിൻ്റെ സൗത്ത് സോൺ ഡയറക്ടർ, അലൻ തിലക് കരാട്ടെ സ്കൂളിൻ്റെ ഇന്ത്യയിലെ സീനിയർ മാസ്റ്ററുമായിട്ടുള്ള ഹാൻഷി ആർ സുരാജ് അവർകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എല്ലാ വർഷവും ഹാൻഷി ആർ സുരാജ് അവരുടെ നേതൃത്വത്തിലാണ് ഈ ആറ്റിങ്ങൽ കരാട്ടെ ടീമിൻ്റെ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് പ്രോഗ്രാം നടക്കുന്നത്. ഈ ഓരോ വർഷവും ഇതുപോലെ ഈ നടക്കുന്ന ഈ ഒരു ആനുവൽ ക്യാമ്പിലൂടെയാണ് ആറ്റിങ്ങൽ കരാട്ടെ ടീമിലെ കുട്ടികൾക്ക് കരാട്ടയെക്കുറിച്ചുള്ള ഒരു ശരിയായ അവബോധവും ശരിയായ ഒരു പ്രകടന മികവും ഒക്കെ സിദ്ധിക്കുന്നത് ഇത്തരം ഓരോ വർഷവും നടക്കുന്ന ക്യാമ്പിലൂടെ. ക്യാമ്പിന്റെ സമാപന ദിവസം നടന്ന ബെൽറ്റ് ഗ്രേഡിംഗ് പ്രോഗ്രാം അലൻ തിലക് കരാട്ടെ സ്കൂൾ കേരള സൗത്ത് സോൺ ഡയറക്ടർ ഹാൻഷി ആർ സുരാജ് ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷകരമായ കാര്യമാണ്. നമ്മൾ 13ാമത് ബ്ലാക്ക് ബെൽറ്റ് ക്യാമ്പിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. നമ്മൾ ബേസിക്കിൽ വളരെയേറെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ ബേസിക്കിനെ പഠിപ്പിക്കാൻ നമ്മൾ ഒരു ശ്രമം നടത്തി. ആ ശ്രമം വളരെ വിജയകരമായി നടത്താൻ സാധിച്ചെന്നുള്ളതാണ്. സാധാരണ നമ്മൾ ബ്ലാക്ക് ബെൽറ്റിനൊക്കെ ബേസിക് കൊണ്ടുള്ള ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതിൽ കുറേ അഡ്വാൻസിനും കൂടെ ചേർത്തുകൊണ്ട് കുട്ടിയൊക്കെ ചെയ്യാൻ പാടാണ്. എന്തായാലും നമ്മളെ കുട്ടികൾ ഈ ക്യാമ്പിൽ വന്ന കുട്ടികൾ അതിന് ഉൾക്കൊള്ളാനും അത് ചെയ്ത് പൂർത്തീകരിക്കാനും സാധിക്കാമെന്ന് പറയുന്ന നല്ലൊരു കാര്യമാണ്. ഈ കുട്ടികൾ ഒരു കാരണവശാലും ഈ കുട്ടികൾക്ക് ഒരു സ്റ്റാൻഡേർഡ് കുറവൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അവർ കൊടുക്കുന്ന ടെക്നിക്കുകൾ അതിമനോഹരമായി പവറിലും ടെക്നിക്കും ടൈമിലും നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടും ഒരു 90% കുട്ടികളും നല്ല പെർഫോം കാഴ്ചവെക്കുന്നുണ്ട്. അതിയായ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള ക്യാമ്പുകൾ പങ്കെടുക്കുമ്പോഴാണ് ഒരു മാസ്റ്റർ എന്നുള്ള നിലയിൽ നമുക്ക് അതിനോട് ആത്മവിശ്വാസവും നമുക്കും അതിലൊരു പങ്കുചേരാൻ സാധിച്ചതിലുള്ള സന്തോഷവും തോന്നുന്നുണ്ട്. വളരെ മിക അറ്റ കുട്ടികളാണ് ഈ സെൻസൈസ് സമ്പത്തിൻ്റെ കീഴിലുള്ള ആറ്റിങ്ങൽ ടീം. അവർ ഈ ബ്ലാക്ക് ബെൽറ്റ് കൂടൽ നല്ലൊരു നാഷണൽ ഇന്റർനാഷണൽ താരങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കരാട്ടയുടെ തത്വങ്ങളിലും അടിസ്ഥാന പാഠങ്ങളിലും അവഗാഹമുണ്ടാക്കുന്ന ഒട്ടനവധി സെക്ഷനുകൾക്ക് പുറമെ കായികക്ഷമത കൈവരിക്കുന്നതിന് വേണ്ടി ശാരീരിക വഴക്കം, കരുത്ത്, ചലനവേഗത, സഹനശേഷി എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനവും സ്പോർട്സ് ഡയറ്റ്, സ്പോർട്സ് മെഡിസിൻ, സ്പോർട്സ് സൈക്കോളജി എന്നിവയെക്കുറിച്ചുള്ള സെമിനാറുകളും ജിംനാസ്റ്റിക് പരിശീലനവും ടീം വർക്ക് ആൻഡ് ലീഡർഷിപ്പ് എന്ന വിഷയത്തിൽ വർക്ക്ഷോപ്പ് ട്രെയിനിംഗ് തുടങ്ങിയവയും ക്യാമ്പിന്റെ ഭാഗമായിരുന്നു. കരാട്ടയുടെ വൈവിധ്യപൂർണമായ തന്ത്രങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന 40ഓളം കഥകളും അടിത്തട തന്ത്രങ്ങളും ക്യാമ്പിൽ അവതരിപ്പിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്നുള്ള 170ഓളം താരങ്ങൾ പങ്കെടുത്ത ക്യാമ്പിൽ പുതിയ ഗ്രേഡിംഗ് ലഭിച്ച 120 പേർക്ക് ബെൽറ്റുകൾ വിതരണം ചെയ്തു.
കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുവാനായിട്ട് ഞങ്ങൾ കുട്ടികളുമായിട്ട് വന്നത്. ഈ 10 ദിവസം വളരെ നല്ലതായിട്ടുള്ള ഒരു ക്യാമ്പായിരുന്നു. അവരുടെ ജീവിതത്തിൽ വളരെ പ്രയോജനമുള്ള ഒരു ക്യാമ്പാണ്. ഫ്യൂച്ചറിൽ അവർക്ക് ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് തന്നെയല്ല, ഇവിടെ നടന്ന ക്യാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഏതാണ്ട് നല്ല നിലവാരം പുലർത്തുന്ന ഒരു ക്യാമ്പായിരുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാവരുടെ മിക്ക കുട്ടികളുടെയും പേരൻസിൻ്റെ അഭിപ്രായം നല്ല ക്യാമ്പായിട്ട് തന്നെയാണ് ഞങ്ങളും കേട്ടത്. ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനായിട്ടുള്ളത്. ഇനിയും ഇതുപോലുള്ള ക്യാമ്പുകൾ വരും തലമുറയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആറ്റിങ്ങൽ കരാട്ടെ ടീം മുഖ്യ പരിശീലകൻ സമ്പത്ത് വി, സെക്രട്ടറി സുധീർ എസ്, ടെക്നിക്കൽ കമ്മിറ്റി അംഗങ്ങളായ രംഗൻ, അമൽ അശോക്, സൂരജ്, അനർഘ, മുതിർന്ന പരിശീലകരായ വിഷ്ണു, അഖിൽ, ഷാജു, മാഹീൻ, സൂരജ്, സന്തോഷ്, സ്വാതികൃഷ്ണൻ, ഹംദാൻ, ഷജിൽ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ഡയറി കേരളം, ആറ്റിങ്ങൽ.